കൊടുങ്ങല്ലൂരമ്മയും വസൂരിമാലയും. പരാശക്തിയുടെ അംശമായ ഭദ്രകാളിയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി. അസുര രാജാവായ ദാരികന്റെ പത്നിയായ മണ്ഡോദരിയാണ് വസൂരിമാല. ബ്രഹ്മാവിനെ തപസ്സനുഷ്ഠിച്ച് വരം നേടിയ ക്രൂരനായ അസുര രാജാവാണ് ദാരികൻ. 10,000 ആനകളുടെ ബലവും തന്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും 1000 അസുരന്മാർ ജനിക്കണമെന്നും സ്ത്രീ പുരുഷ സംഗമമില്ലാതെ പിറക്കുന്ന ഒരു കന്യകയാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കുവാൻ പാടുള്ളൂ എന്ന വരവും ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയിരുന്നു. തന്നോട് യുദ്ധം ചെയ്യുമ്പോൾ എതിരിയിൽ നിന്നും തോൽവി സംഭവിക്കാതിരിക്കുവാനുള്ള ബ്രഹ്മമന്ത്രവും നേടിയിരുന്നു. എന്നാൽ മറ്റാർക്കെങ്കിലും ഈ മന്ത്രം ഉപദേശിക്കുന്ന പക്ഷം ബലസിദ്ധി അവർക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന് അരുളി ചെയ്ത് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. പരശുരാമൻ കേരളം സൃഷ്ടിച്ച ശേഷം ദാരികൻ പരശുരാമനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. പരശുരാമൻ മഹാദേവനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. മഹാദേവൻ പരാശക്തിയെ പ്രതിഷ്ഠ നടത്തുവാൻ പറഞ്ഞതനുസരിച്ച് പരാശക്തിയായ ലോകാംബികയെ കൊടുങ്ങല്ലൂരിൽ പ്രതിഷ്ഠിച്ചു. ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ നേടിയ അസുരന് അഹങ്കാരവും തനിക്ക് മരണം സംഭവിക്കുകയില്ല എന്ന വിശ്വാസവും അവന്റെ അസുരബുദ്ധിയെ തിന്മകൾ ചെയ്യുന്നതിന് കൂടുതൽ പ്രേരിപ്പിച്ചു. അവൻ ലോകചക്രവർത്തിയാകുവാൻ ആഗ്രഹിച്ചു. 3 ലോകങ്ങളിലും ക്രൂരപ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. ഉപദ്രവം സഹിക്കാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ ചെന്നുകൊണ്ട് സങ്കടമുണർത്തിച്ചു. മഹാവിഷ്ണു പരമശിവനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. ദേവന്മാർ മഹാദേവനെ ചെന്നുകൊണ്ട് ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ സിദ്ധിച്ച ദാരികാസുരന്റെ ക്രൂരകർമ്മങ്ങളെക്കുറിച്ച് ഉണർത്തിച്ചു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ മൂവരുടെയും ആലോചന പ്രകാരം മാതൃകളിൽ നിന്നും 6 കന്യകമാരെ ദാരികനുമായി യുദ്ധത്തിനയച്ചു. എന്നാൽ 6 പേരും തോറ്റുമടങ്ങി. മഹാദേവൻ നാരദ മഹർഷിയെ ദാരികാസുരനെ ഉപദേശിക്കുന്നതിനായി അയച്ചു. നാരദ മഹർഷി ദാരികാസുരനെ ചെന്നു കണ്ടു. മഹാദേവൻ പറഞ്ഞയച്ചതായി വിവരം പറഞ്ഞു. അഹങ്കാരിയായ ദാരികൻ നാരദ മഹർഷിയെ മാനിക്കാതെ ഭീഷണിപ്പെടുത്തി അയച്ചു. മഹർഷി മഹാദേവന്റെ അടുത്ത് ചെന്ന് വിവരങ്ങൾ ധരിപ്പിച്ചു. മഹാദേവൻ ദാരികന്റെ അന്ത്യം കുറിക്കുവാൻ തീരുമാനിച്ചു. മഹാദേവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും പരാശക്തിയുടെ അംശമായ ഭദ്രകാളിയെ സൃഷ്ടിച്ചു. ദാരികനോട് യുദ്ധം ചെയ്ത് അവനെ നിഗ്രഹിച്ച് ലോകവാസികളെ രക്ഷിക്കുവാൻ നിർദ്ദേശിച്ചയച്ചു. കാളിയുമായി യുദ്ധത്തിനിറങ്ങുന്നതിനു മുമ്പ് ദാരികൻ പത്നിയായ മണ്ഡോദരിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ച മന്ത്രം ഉപദേശിച്ചു. ഈ മന്ത്രം നീ ജപിക്കുന്നവരെയും എനിക്ക് തോൽവി സംഭവിക്കുകയില്ല. കന്യകയായ ഒരു സ്ത്രീ ഒരിക്കലും ബലവാനായ എന്നോട് യുദ്ധം ചെയ്ത് വിജയിക്കുകയില്ല. വേഗത്തിൽ തന്നെ ഞാൻ തിരിച്ചെത്തും. മന്ത്രം മറ്റാർക്കും ഉപദേശിച്ചു കൊടുക്കരുതെന്നും പറഞ്ഞ് ദാരികൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മണ്ഡോദരി മന്ത്രം ചൊല്ലുവാൻ തുടങ്ങി. കാളിയും ദാരികനും യുദ്ധം തുടങ്ങി. 6 ദിവസം കഴിഞ്ഞിട്ടും യുദ്ധം തുടർന്നതല്ലാതെ തോൽവിയും വിജയവും ആരിലും ഉണ്ടായില്ല. എന്തോ പന്തികേട് തോന്നി ദേവി തന്റെ ജ്ഞാനക്കണ്ണ് തുറന്നു. അപ്പോഴാണ് ദാരിക പത്നി ഊണും ഉറക്കവുമില്ലാതെ ബ്രഹ്മമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ബ്രഹ്മാവ് ഉപദേശിച്ച മന്ത്രം അവളിൽ നിന്നും ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ദാരികന് തോൽവി സംഭവിക്കുകയുള്ളൂ എന്നറിയാവുന്ന ദേവി തന്റെ ഒരു മായയെ ഒരു കന്യകയുടെ വേഷത്തിൽ മണ്ഡോദരിയുടെ അടുത്തേക്ക് അയച്ചു. വിശന്നു വലഞ്ഞു ചെന്ന ഒരു കുട്ടിയെപ്പോലെ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും തരുവാൻ ആവശ്യപ്പെട്ടു. കുട്ടിയോടെന്തോ ആകർഷണം തോന്നിയ മണ്ഡോദരി ഭക്ഷണം പാകം ചെയ്തിട്ടില്ല എന്നും അതിനുള്ള കാരണങ്ങളും പറഞ്ഞു.
വേണമെങ്കിൽ ദേവിയോട് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചുകൊള്ളുവാനും മണ്ഡോദരി പറഞ്ഞു. മായ ഉടനെ പോയി കുളിച്ചു വന്നു, ഭക്ഷണം പാകം ചെയ്തു. മണ്ഡോദരിയിൽ നിന്നും മന്ത്രം ഏത് രീതിയിലും ഗ്രഹിക്കണം. ഭക്ഷണത്തിന് വരില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ മണ്ഡോദരിയെ ഭക്ഷിക്കുവാൻ വിളിച്ചു. വിസമ്മതിച്ചെങ്കിലും മണ്ഡോദരിയെ മായ വിട്ടില്ല. 6 ദിവസമായി ഊണും ഉറക്കവുമില്ലാതെ നിത്യകർമ്മങ്ങൾ പോലും ചെയ്യാതിരിക്കുന്ന അമ്മയെ ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കുവാൻ കഴിയും? അമ്മയുടെ ഭർത്താവിന് സംഭവിക്കേണ്ടാത്തത് ഒന്നും സംഭവിക്കില്ല. ബലശാലിയായ അമ്മയുടെ ഭർത്താവിന് ഒരു സ്ത്രീയുമായി യുദ്ധം ചെയ്ത് തോൽവി സംഭവിക്കുമോ? അമ്മ എന്തിന് ആവശ്യമില്ലാതെ വിഷമിക്കുന്നു? ഒരിക്കലും വിഷമിക്കരുത്. അദ്ദേഹം ഉടനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലേ പോയത്. അമ്മ പോയി നിത്യകർമ്മങ്ങൾ കഴിച്ച് ക്ഷീണം തീർത്തിരിക്കുക. അമ്മയ്ക്ക് പകരം അമ്മയ്ക്ക് വേണ്ടി മന്ത്രം ഞാൻ ജപിക്കുന്നുണ്ട്. ക്ഷീണാധിക്യം കൊണ്ടും മായയുടെ വാർത്തയിലെ വശ്യതയും മന്ത്രം മായയെ ഉപദേശിച്ചുകൊണ്ട് മണ്ഡോദരി നിത്യകർമ്മങ്ങൾക്കായി തിരിഞ്ഞു. മണ്ഡോദരി മറഞ്ഞതും മായ അപ്രത്യക്ഷയായി. മായ ദേവിയിൽ ലയിച്ചു. യുദ്ധത്തിന്റെ കഠിനത കൂടി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. മണ്ഡോദരി കുളിച്ചു വന്നു. ആരെയും കണ്ടില്ല. അടുക്കളയിൽ നോക്കി. അവിടെയും ആരുമില്ല. ചതി സംഭവിച്ചതായി സംശയിച്ച മണ്ഡോദരി യുദ്ധക്കളത്തിലേക്ക് ഓടി. വിയർത്ത് കുളിച്ചവിടെ എത്തിയ അപ്പോഴേക്കും കാളി ദാരികന്റെ തല എടുത്തു കഴിഞ്ഞിരുന്നു. രക്തം ഭൂമിയിൽ വീഴാതിരിക്കുന്നതിന് ഭൂതങ്ങൾ വായി തുറന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവിന്റെ തലയെടുത്ത കാളിയെ കണ്ടതും ദേഷ്യവും സങ്കടവും പ്രതികാരദാഹവും എന്തു ചെയ്യണമെന്നറിയാതെ അലറി അലറി വിളിച്ചു. തന്റെ വേർവെല്ലാം വടിച്ചെറിഞ്ഞു. ദേവി ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഉണക്കലരി എടുത്ത് വാരിയെറിയുകയും ചെയ്തു. ദേവി അത് തിരിച്ചും വാരിയെറിഞ്ഞു. 2 പേരുടെ ദേഹത്തും വസൂരി എന്ന മഹാരോഗം കണ്ടു. ഇതു കണ്ട മഹാദേവൻ തന്റെ കാതുവഴി കണ്ഠാകർണൻ എന്ന മൂർത്തിയെ വരുത്തി 2 പേരുടെയും വസൂരി നക്കിയെടുക്കുവാൻ കൽപ്പിച്ചു. കണ്ഠാകർണൻ ആദ്യം ദേവിയുടെ വസൂരിയെല്ലാം നക്കിയെടുത്തു. മണ്ഡോദരിയുടെ വസൂരി നക്കാൻ തുടങ്ങി. മണ്ഡോദരിയുടെ വസൂരി നക്കുന്നതിനിടയിൽ മുഖത്ത് മൂക്കൊഴിച്ചുള്ള കണ്ണ്, കാത്, വായി എല്ലാ അവയവങ്ങളും നക്കിയെടുത്തു. അതുകൊണ്ടാണ് വസൂരി വന്ന വീടുകളിലോ അയൽ വീടുകളിലോ വറക്കുവാനും താളിക്കുവാനും പാടില്ല എന്ന് പറയുന്നത്. വാസന പിടിച്ച് മാത്രമേ ഇവകളാൽ വരവാൻ സാധിക്കുകയുള്ളൂ. വാസന വരുന്ന വീടുകളിലേക്ക് വസൂരി രോഗവും കൊണ്ടെത്തുമെന്നാണ് വിശ്വാസം. എല്ലാം നഷ്ടപ്പെട്ട ദാരിക പത്നി ദേവിയുടെ കാൽക്കലേക്ക് ഉരുണ്ടെത്തി. ദുഷ്ടനായ ദാരികനെ വധിച്ചെങ്കിലും അവന്റെ പത്നിയായ മണ്ഡോദരിയിൽ സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട മനോവികാരം ഉണർന്ന ദേവിക്ക് അലിവ് തോന്നി. മണ്ഡോദരിയോട് പറഞ്ഞു, ഭർത്താവ് നഷ്ടപ്പെട്ട നിന്നെ എന്റെ അടുത്ത് തന്നെ പ്രതിഷ്ഠിക്കുന്നതാണ്. എന്നെ ദർശിക്കുവാൻ എത്തുന്നവർ ആദ്യം നിന്നെ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ എന്നെ ദർശിക്കുവാൻ എത്തുകയുള്ളൂ. എന്നെ ദർശിച്ച പൂർണ്ണഫലം അപ്പോൾ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ഭഗവതിയുടെ പടിഞ്ഞാറേ നടയുടെ പടിഞ്ഞാറ് ഭാഗത്തായി വസൂരി വരുത്തി വെച്ച അവളെ വസൂരിമാല എന്ന പേരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മേൽക്കൂരയില്ലാത്ത അഴിയെറിഞ്ഞ വാതിലുള്ള ക്ഷേത്രം. പുറത്തുനിന്ന് ദർശിക്കാം. മഞ്ഞൾപ്പൊടി ആടിക്കലാണ് വഴിപാട്. കയ്യിൽ കിട്ടുന്ന പൈസയ്ക്ക് മഞ്ഞൾപ്പൊടി ആടിക്കാം. ആടാതെയും തൊഴുത് പോകുന്നവരുമുണ്ട്. ആഴ്ചയിൽ 1 ദിവസം ഗുരുതി ഉണ്ടായിരുന്നു. പിന്നീട് ചൊവ്വ, വെള്ളി 2 ദിവസങ്ങളിൽ ഗുരുതി നടത്തിയിരുന്നു. സാമ്പത്തിക ശേഷി അനുസരിച്ച് ചെറിയ ഗുരുതി, വലിയ ഗുരുതി എന്നെല്ലാം അന്ന് നടത്തുമായിരുന്നു. രാത്രി 12 മണിക്കാണ് ഗുരുതി നടത്തുന്നത്. വസൂരി തുടങ്ങിയ മഹാരോഗങ്ങൾക്കും രോഗശാന്തിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും ഗുരുതി നടത്തുന്നു.
ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഗുരുതി നടത്തുന്നുണ്ട്. സമയം മാറ്റി എന്ന് പറയപ്പെടുന്നു. വർഷക്കണക്കിന് ഗുരുതിക്കുള്ള ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു. വടക്കേ നട, കിഴക്കേ നട, തെക്ക് ഭാഗം ഏതു വഴി വന്നാലും ഇടതുഭാഗത്ത് കൂടി ചുറ്റി വന്ന് പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് വസൂരി മലയെ തൊഴുത ശേഷം നേരെ ഭഗവതിയുടെ നടക്കിലേക്ക് പോകാം.